നമസ്കാരത്തിൽ നിർബന്ധമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമ്മുടെ അവസാനത്തെ തശഹുദിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് നിർബന്ധമായും ചൊല്ലേണ്ടതുണ്ട്. നമസ്കാരത്തിൽ നാം തശഹുദ് 5 നേരവും നമ്മളത് നിർവഹിക്കുന്നുണ്ട്. അതിൽ നമുക്കാർക്കും അശ്രദ്ധ വരാറില്ല. കാരണം നമ്മളത് നിത്യേന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ആഴ്ചതോറും നമുക്ക് സ്വലാത്തിൻ്റെ കാര്യത്തിൽ ഏറെ മഹത്വമുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അക്സിറുസ് സ്വലാത്ത അലയ്യ യൗമുൽ ജുമുഅ, നിങ്ങൾ എൻ്റെ മേൽ ജുമുഅ ദിനത്തിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുവീൻ എന്ന്. അപ്പോൾ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സ്വലാത്ത് ധാരാളമായി അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. വളരെ പുണ്യമുള്ള കാര്യമാണത്. മൂന്നാമതായി അതിൽ തന്നെയും പകൽ മാത്രമല്ല, അതിൻ്റെ രാവും പ്രത്യേകം അത് നമുക്ക് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അക്സിറു സ്വലാത്ത് അലയ്യ യൗമൽ ജുമുഅ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ചില റിപ്പോർട്ടുകളിൽ വലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാവിലും, വ്യാഴാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവായി, പിന്നീട് പിറ്റേന്ന് പകലായി, ആ 2 സമയങ്ങളിലും സ്വലാത്തുകൾ നമുക്ക് എത്രത്തോളം അധികരിപ്പിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും അതിന് മഹത്വമുണ്ട്. ആ ദിവസത്തെ സ്വലാത്തിന് പ്രത്യേകതയുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതേപോലെ തന്നെ നാലാമതായി നമ്മുടെ സ്വലാത്തുൽ ജനാസ, ജനാസ നമസ്കാരം, മയ്യത്ത് നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 4 തക്ബീറാണല്ലോ സ്വലാത്തുൽ ജനാസക്കുള്ളത്. ജനാസ നമസ്കരിക്കുമ്പോൾ, മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ തക്ബീറിൽ നമ്മൾ ഫാത്തിഹ ചൊല്ലുന്നു. രണ്ടാമത്തെ തക്ബീറിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതും നമുക്കറിയാം. സ്വലാത്തുൽ ജനാസ നിർവഹിക്കുമ്പോൾ നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ട്. അത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ കൂടി അത് ഉണ്ടാവണം എന്ന നിലക്ക് കൂടിയാണ് ഈ കാര്യം എണ്ണിപ്പറയുന്നത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് നമ്മൾ കേൾക്കുമ്പോഴെല്ലാം സ്വലാത്ത് പറയുക, സ്വലാത്ത് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ഉള്ളടക്കം. അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞൊരു ഘട്ടത്തിൽ അതിൽ ഒരു വിഷയം ഇതായിരുന്നു, റഗിമ അൻഫു, റഗിമ അൻഫു, ഒരാളുടെ മൂക്ക് കുത്തി വീഴട്ടെ അവൻ, നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോൾ അതിന് അവൻ നിന്ദ്യനാവട്ടെ, തുലഞ്ഞു പോകട്ടെ എന്നൊക്കെയുള്ള പരിഭാഷകൾ നൽകാവുന്ന അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ റഗിമ അൻഫു മൻ ദുകിർതു ഇൻദഹു, ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അതായത് റഗിമ അൻഫു റജുലിൻ, ഒരാളുടെ മൂക്ക് കുത്തി വീഴട്ടെ, അവൻ്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ എന്ന് പറഞ്ഞാൽ നിന്ദ്യതയുടെ ഒരു അടയാളമായിട്ടാണ് ആ പറയുന്നത്. എന്താണ് അവൻ്റെ പ്രശ്നം? എന്താണ്? ദുകിർതു ഇൻദഹു, അവൻ്റെ അടുക്കൽ ഞാൻ പറയപ്പെട്ടിട്ട്, ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ അവൻ സ്വലാത്തിനെ ചോദിച്ചിട്ടില്ലെങ്കിൽ അത് അവന് നിന്ദ്യതയാണ് എന്നുള്ള അർത്ഥത്തിൽ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ എന്ന റിവായത്തും റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പേര് പറയപ്പെട്ടതിൻ്റെ ശേഷം എനിക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കാത്തവൻ പിശുക്കനാണ്, ബഖീലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ ഘട്ടത്തിലും നമുക്കതിലൊരു പിശുക്കുണ്ടാവേണ്ടതില്ല. എത്ര തവണ നമ്മൾ കേട്ടാലും, അത്രയും തവണ നമ്മൾ അധികരിപ്പിച്ചാലും നമുക്കതിനൊക്കെ മഹത്വമുണ്ട്, പുണ്യമുണ്ട് എന്ന് നമ്മൾ ഗ്രഹിക്കുക. മറ്റൊരവസരം ബാങ്ക് വിളി കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ബാങ്കിൻ്റെ ഓരോ ലഫ്ളുകളും പദങ്ങളും ഉരുവിടുമ്പോൾ നമ്മളും അതേപോലെ നമ്മൾ ഏറ്റു ചൊല്ലുന്നു. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നിവകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് മാറ്റി വ്യത്യാസപ്പെടുത്തി പറയുന്നു. അതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന, ബാങ്ക് വിളിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കേട്ടാൽ, ബാങ്ക് കേട്ടാൽ, ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയുവീൻ, നമ്മൾ പറഞ്ഞതുപോലെ. സുമ്മ സ്വല്ലു അലയ്യ, ശ്രദ്ധിക്കുക. ഇത് പലപ്പോഴും ആളുകൾ അശ്രദ്ധമായി പോകുന്നു.
ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥനയൊക്കെ പലരും പറയും. പക്ഷേ ഈ കൽപ്പന മാനിക്കപ്പെടാതെ പോകുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുവീൻ. അപ്പൊ ബാങ്ക് വിളി കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ പറയുന്നു, നമ്മളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മളും പറയുന്നു. അതിന്റെ ശേഷം സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുവീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ എന്നിങ്ങനെ സ്വലാത്തിൻ്റെതായ ഏതെങ്കിലും രൂപങ്ങളിൽ നമ്മൾ പൂർണ്ണമായ നിലയ്ക്ക് തന്നെ സ്വലാത്ത് ചൊല്ലുവാൻ ശ്രമിക്കുക. അതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. കാരണം ആ സ്വലാത്തിന്റെ പ്രാധാന്യം കൂടി ആ ഹദീസിൽ പറഞ്ഞു. ഫഇന്നഹു മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്തിനെ ചോദിച്ചാൽ അത് കാരണമായി അള്ളാഹു അവന് 10 ഗുണം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മഹത്വം കൂടി പറഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങിയിട്ടുള്ള ആ പ്രാർത്ഥന നമ്മൾ പറയേണ്ടത്. അപ്പം ആ ഘട്ടത്തിലും നമുക്ക് സ്വലാത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിലാണ്, നമ്മൾ പ്രാർത്ഥനയുടെ ഒരു അദബിൽപ്പെട്ടതാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ ഹംദും സനാഉം ഒക്കെ പറഞ്ഞ് അവനെ സ്തുതിച്ച് അവനെ പുകഴ്ത്തി, അതാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് പിന്നീട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തും നിർവഹിച്ചതിൻ്റെ ശേഷമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യം ചോദിക്കേണ്ടത്. അതാണ് പ്രാർത്ഥനയുടെ ഒരു അദബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മറിച്ച് നേരിട്ടൊരു പ്രാർത്ഥനയിലേക്ക് പെട്ടെന്ന് അങ്ങ് ഒരാൾ പ്രവേശിച്ച വേളയിൽ അജില ഹാദാ, ഇദ്ദേഹം കുറച്ച് തിരക്ക് കൂട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തശഹുദിന്റെ ആ പ്രാർത്ഥനയുടെ രീതി തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ അത്തഹിയാത്തിൽ നമ്മൾ തുടങ്ങുന്നത് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാ, തുടക്കം ഒക്കെ എന്ത് തന്നെയാണ്? അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്, അവനെ പ്രകീർത്തിക്കുകയാണ്, അവനെ പ്രശംസിക്കുകയാണ്, അവനെ പുകഴ്ത്തുകയാണ്. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലുള്ള സ്വലാത്താണ് നമ്മൾ നിർവഹിക്കുന്നത്. ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്വലാത്ത് നിർവഹിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അവസാനം നമ്മൾ പറയേണ്ട പ്രാർത്ഥനകളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു തർത്തീബ് നോക്കൂ നിങ്ങൾ. ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കലും അവനെ പുകഴ്ത്തലും അവനെ പ്രശംസിക്കലും പ്രകീർത്തിക്കലും, അതുപോലെ തന്നെ ശേഷം രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തിനെ ചോദിക്കലും പിന്നീട് പ്രാർത്ഥിക്കലും. അപ്പം ഇതാണ് അതിലെ ഒരു മര്യാദ. നമുക്ക് അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുന്നു നമ്മുടെ നമസ്കാരത്തിൽ. എന്നാൽ നമസ്കാരത്തിൻ്റെ പുറത്ത് നമ്മൾ പല അവസരങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് സാന്ദർഭികമായി നമ്മൾ എന്ത് ചെയ്യണം? ഹംദും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചും പുകഴ്ത്തുന്നതും ഒക്കെ വാചകങ്ങൾ ആദ്യം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തിനെ ചോദിച്ച് പിന്നീട് ദുആ ചെയ്യലാണ് അതിൻ്റെ അദബ്. എന്നാൽ ഒരാളിപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ ഹംദും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തൊക്കെ ചൊല്ലാനുള്ള അവസരം കിട്ടിക്കൊള്ളുന്നില്ല, പെട്ടെന്ന് നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കും. തെറ്റല്ല, പക്ഷെ ഒരു പൂർണ്ണതയ്ക്ക് അതിൻ്റെ ഒരു അദബാണിത്. ഇതൊന്നും ഇല്ലാതെ ഒരാൾ ദുആ ചെയ്യാണ്. പല സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ ഇത് പറഞ്ഞോളണമെന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് സാന്ദർഭികമായി നമ്മൾ പല അവസരങ്ങളിൽ പൊതുവായി നമ്മൾ ദുആ ചെയ്യാനൊക്കെ ഇരിക്കുന്ന വേളയിൽ നമ്മൾ ഇങ്ങനെ ഈ രീതി സ്വീകരിക്കുന്നതാണ് അഭികാമ്യമായത്, ഏറ്റവും ഉത്തമമായ രീതി എന്നാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. ഇതും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇൽമിൻ്റെ മജ്ലിസുകൾ അതുപോലെയുള്ള മറ്റു ഏതൊരു വേദിയിലാവട്ടെ ഒരു സദസ്സിലിരുന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ പേര് പറയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തിനെ ചോദിക്കലുമൊക്കെ ആ ഒരു സദസ്സിൻ്റെ ഒരു അദബായി കൊണ്ട് ചില ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുമെന്ന് മാ ജലസ ഖൗമുൻ മജ്ലിസൻ, ഒരു ജനത ഒരു സദസ്സിൽ ഇരിക്കുന്നു, പക്ഷേ ലം യദ്കുറുല്ലാഹ ഫീഹി, ആ സദസ്സ് പിരിയുന്നതിൻ്റെ ഇടയ്ക്ക് അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതേയില്ല, റബ്ബിൻ്റെ നാമമേ പറഞ്ഞില്ല, റബ്ബിൻ്റെ ഇസ്മ അവർ പറഞ്ഞില്ല. അതേപോലെ തന്നെ വലം യുസല്ലൂ ഫീഹി അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ ആ സദസ്സിൽ ചൊരിക്കൽ പോലും സ്വലാത്തും നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ ഇല്ലാ കാന അലൈഹിം തിറത്തുൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് അവർക്ക്
ഖേദത്തിന് കാരണമാവാതിരിക്കില്ല എന്നാണ്. എന്താണ് തിറ എന്ന് പറഞ്ഞാൽ? ഭാഷയിൽ ഹസറത്തൻ വനദാമത്തൻ എന്നൊക്കെയാണ് അതിന് വിശദീകരണമായി നൽകപ്പെട്ടിട്ടുള്ളത്. അത് പരലോകത്ത് അത് ഖേദത്തിന് കാരണമാകും, ദുഃഖത്തിന് കാരണമാകും, സങ്കടത്തിന് കാരണമാകും. അതൊരു പോരായ്മയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു സദസ്സിലിരുന്ന് നമ്മൾ പിരിയുന്നതിൻ്റെ ഇടക്ക് നമ്മുടെ വാചകങ്ങളിലും സംസാരങ്ങളിലൊക്കെ എവിടെയെങ്കിലുമായിട്ട് അള്ളാഹുവിൻ്റെ നാമം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിലുള്ള സ്വലാത്ത്, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു സ്ഥലം കൂടിയാണത് എന്നും നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മനക്ലേശമുണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്ക് മാനസികമായി വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഹമ്മ് മനുഷ്യൻ്റെ മനസ്സിനെ പിടികൂടുന്ന ഒരു പ്രയാസ ഘട്ടമാണല്ലോ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ദുആയിലൊക്കെ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക, മറ്റ് ഘട്ടങ്ങളിലൊക്കെ സ്വലാത്ത് ധാരാളമായി അധികരിപ്പിക്കുന്നതിനെ കുറിച്ച് വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുകയാണെങ്കിൽ അത് നിന്റെ ഹമ്മിന് പരിഹാരമാകും, നിന്റെ മനക്ലേശത്തിന്, മനസ്സംഘർഷത്തിന് അത് മതിയാകുന്നതാണ്, പരിഹാരമാകുന്നതാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരം മനക്ലേശങ്ങൾ ഉണ്ടാകുന്ന വേളകളിലൊക്കെ നമുക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നത് നന്നാകും. അതൊക്കെ നമുക്കതുകൊണ്ട് പ്രയോജനങ്ങൾ ലഭിക്കുന്ന കാര്യമാണ്. പിന്നെ പൊതുവേ ധാരാളമായി ഈ പറഞ്ഞ സ്ഥലവും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെയായി ധാരാളം സമയങ്ങളിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാവുന്നതും അതുപോലെ തന്നെ അത് മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുക